നമസ്കാരം. ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി നമസ്കാരം. ചിത്തിര നക്ഷത്രക്കാരുടെ വേഴമാറ്റത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. ചിത്തിരയ്ക്ക് 2 കൂറുണ്ട്. കന്നിക്കൂറും ഉണ്ട്, തുലാക്കൂറും ഉണ്ട്. ആദ്യത്തെ പകുതി കന്നിക്കൂറുകാർക്ക് ഈ വേഴമാറ്റം ഈ കൊല്ലവും അടുത്ത കൊല്ലവും ഏറ്റവും നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഉള്ളതാണ്. കാരണം വേഴൻ 2025 മെയ് മാസം 14 മിഥുനം രാശിയിൽ വരും. 2026 ജൂൺ 2 വരെ മിഥുനം രാശിയിലാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ വീണ്ടും കർക്കിടകൻ രാശി പ്രവേശിക്കുമ്പോൾ 10 11 വരും. അതും നല്ലതാണ്. ആ 2 കൊല്ലം നമുക്ക് കന്നിക്കൂറുകാർക്ക് വളരെ നല്ലതാണ്. അപ്പൊ വേഴൻ എന്ന് പറയുന്ന ഗ്രഹം ഈശ്വരകാരകനാണ്. ബുദ്ധിയും പുത്രരും സ്നേഹദേഹം അർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രജ മന്ത്രത്വം നയവും വസയും ഗുരു. അപ്പോൾ ബുദ്ധി ശക്തി ഇതൊക്കെ വർദ്ധിക്കും. എപ്പോഴും നല്ല ബുദ്ധിയുള്ള ഒരാളാണെങ്കിലും സന്ദർഭ ബുദ്ധി എപ്പോഴും കിട്ടൂല. അപ്പൊ നമുക്ക് ബുദ്ധി കിട്ടും. പുത്രർ സന്താനങ്ങളൊക്കെ കിട്ടാൻ യോഗവും, മക്കൾക്ക് ജോലി, പൈസ, വിദ്യ, അഭിവൃദ്ധി, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്കും മക്കളുണ്ടാകാനുള്ള യോഗം. എത്ര രോഗിയായിട്ടും മരണശയ്യയിൽ കിടക്കുന്ന ആൾക്കാർക്ക് പോലും രോഗത്തിന് മുക്തി. കാരണം ഗുരു ശുക്രൈ കേന്ദ്രകൈവ സുഖിതാഹ സ്തത്രാതുരോവാച. എത്ര രോഗിയായിട്ട് കിടന്ന് കഷ്ടത അനുഭവിക്കുന്ന ഒരാളും സുഖിയായിട്ട് ഭവിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അങ്ങനെ ആശുപത്രി മരുന്നും മന്ത്രം ഇതൊക്കെ കൊണ്ട് നമുക്ക് ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ പറ്റും. അങ്ങനെ ഐശ്വര്യങ്ങൾ കിട്ടുകയും ബുദ്ധിയും ദേഹം, എല്ലാവരോടും സ്നേഹവും. ദേഹം എന്ന് വെച്ചാൽ ശരീരത്തിന് ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിയും ശക്തിയും തേജസ്സും ഒക്കെ വർദ്ധിക്കും. അങ്ങനെ എന്ത് കാര്യത്തിന് പോയാലും വിജയവും അഭിവൃദ്ധിയൊക്കെ കിട്ടി. സുഖവും മന്ത്രം മന്ത്രത്വവും, മന്ത്രസ്ഥാനം, അധികാരസ്ഥാനം, ജോലിയിൽ ഉയർച്ച, പ്രമോഷൻ, അതേപോലെ എല്ലാ തരത്തിലും നമുക്ക് ആഗ്രഹിക്കുന്നതെല്ലാം നേടി കിട്ടും. 10 നിൽക്കുമ്പോൾ ഒരു ജോലി ഇല്ലാത്തവർക്കും ജോലി കിട്ടും. ഉള്ള ജോലിയിൽ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഒക്കെ കിട്ടും. അതുകൊണ്ട് നല്ല പ്രമോഷൻ കിട്ടണില്ല, സാലറി കിട്ടണില്ല, മെച്ചം കിട്ടണില്ല എന്ന് കരുതി ഉള്ള ജോലിയൊക്കെ കളഞ്ഞിട്ട് പോവാന്ന് തീരുമാനിച്ചിരിക്കുന്നവർ ഒരു കാരണവശാലും ജോലിയൊന്നും കളയരുത്. നമുക്ക് നല്ല പദവിയും അംഗീകാരങ്ങളും ലാഭങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ കിട്ടും. അങ്ങനെ നമ്മൾ ഹീറോ ആയിട്ടിരിക്കുന്ന ഒരാൾ ഹീറോ ആയിട്ട് വരും. പ്രവൃത്തിയാണല്ലോ നമ്മുടെ എല്ലാവരുടെയും വരുമാന മാർഗം, തൊഴിലാണ്. ഒരു ജോലി കിട്ടിയാലേ നമുക്ക് ശമ്പളം കിട്ടും, അതുകൊണ്ട് ജീവിതം കിട്ടും. അങ്ങനെ പൈസ കിട്ടിയാലേ വീടും വസ്തുവും കെട്ടിടവും ഒക്കെ വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് വീട്, വസ്തു, കെട്ടിടം, വാഹനം, സമ്പത്ത്, സന്തതി എല്ലാം കിട്ടുന്ന ഘട്ടമാണ് ഈ 2 വർഷം. അപ്പൊ വേഴഗ്രഹം നമുക്ക് 10 11 നിൽക്കുമ്പോൾ ദേവാലയ, നഗരസഭ, മാർഗാലയ, ദാസ സർവകർമാണി ആജ്ഞാലംബന ഏത സർവം ചിന്തനീയം ഹി ദശമേന. അപ്പൊ ദേവാലയം വയ്ക്കാൻ യോഗമുണ്ട്. ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിൽ അവരുടെ അമ്പലം, പള്ളി, ദേവകാര്യങ്ങളൊക്കെ നോക്കാനും നടത്താനും യോഗമുണ്ട്. നഗരസഭ, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, സർക്കാർ, കോടതി ഇവരിൽ നിന്നുമൊക്കെ സഹായം കിട്ടാൻ യോഗമുണ്ട്. മാർഗം വഴിവെട്ടിക്കാൻ യോഗമുണ്ട്. ആലയം വീട് വയ്ക്കാൻ യോഗമുണ്ട്. സർവകർമാണി എല്ലാ കാര്യത്തിനും വിജയവും പുരോഗതിയൊക്കെ കിട്ടി രക്ഷപ്പെടാൻ യോഗമുണ്ട്. നല്ലതായിട്ട് വരും. 11 വേഴം വരുന്ന കാലം 2025 ഒക്ടോബർ മാസം 18 വരെ വേഴൻ മിഥുനത്തിൽ നിന്ന് അടുത്ത കർക്കിടകൻ രാശി വരും. അപ്പൊ 2025 ഡിസംബർ മാസം 5 വരെ കർക്കിടകത്തില് നിന്ന് വീണ്ടും മിഥുനത്തിൽ വരും. അപ്പൊ ഈ വേഴം മിഥുനത്തിലും 10 11 നിൽക്കുന്ന അവസ്ഥ ഈ വർഷം തന്നെ ഉണ്ടെങ്കിലും 2025 26 ഈ അത് കഴിഞ്ഞാൽ ഒരു വർഷം വേഴം 11 വരുന്നത്. അപ്പൊ എല്ലാം കൊണ്ടും ഈ ചിത്തിര കന്നിക്കൂറുകാർക്ക് 11 വേഴം നിൽക്കുമ്പോഴും സർവാഭിഷ്ടാകും. എല്ലാ ഇഷ്ടകാര്യങ്ങളും സാധിക്കും. ജ്യേഷ്ഠന്മാരെ കൊണ്ട്, അമ്മ പെറ്റ സഹോദരങ്ങളെ കൊണ്ട് സഹായം കിട്ടും. അർത്ഥലാഭം, നിറയെ പൈസകളൊക്കെ കിട്ടും. പൂർവിക സ്വത്തുവകകളൊക്കെ കിട്ടാതെ കിടക്കുന്നത് വിൽക്കാനും
വാങ്ങിക്കാനും വിറ്റിട്ട് വേറെ വസ്തു വാങ്ങിക്കാനും വിദേശത്ത് പോകുന്നവർക്ക് വിദേശത്ത് നേട്ടങ്ങളും അഭിവൃദ്ധികളും ബിസിനസ്സുകളും കാര്യവിജയങ്ങളും ഒക്കെ ഉണ്ടാകാനും ഒക്കെ അതിയായ ഭാഗ്യവും യോഗവും ഒക്കെ ഉള്ള ഒരു ഘട്ടമാണ് നല്ലത്. തുലാക്കൂറുകാർക്ക് ഈ 2025 മെയ് മാസം മുതൽ നമുക്ക് വേഴ 8 മാറും. അത് കഴിഞ്ഞാൽ 9-ലും 10-ലും ഒക്കെയാണ് വേഴം സഞ്ചരിക്കുന്നത്. അപ്പൊ 8 നിൽക്കുന്ന സമയം ഭയങ്കര ദോഷമാണ്. ഈ 2025 മെയ് വരെ വിത്തക്ഷയം, പ്രവാസാൻ, രോഗാൻ, ജനന്തി, മരണഭീതി, മരണനഷ്ടം, നാട് വിട്ടുപോക്ക്, രോഗങ്ങള്, മരണഭയങ്ങള്, കള്ളക്കേസുകള്, അപവാദങ്ങള്, നമുക്ക് വഴക്കും കേസും ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ പോലും ശത്രുക്കൾ നമ്മളെ വെറുതെ വിടുന്ന സമയമല്ല. ചുമ്മാ നമുക്ക് ഉപദ്രവങ്ങളും കഷ്ടനഷ്ടങ്ങളും ബാങ്കിങ് ഇടപാടുകളും സാമ്പത്തിക ദുരിതങ്ങളും വരവൊക്കെ പെട്ടെന്നങ്ങ് നിന്ന് നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളും മതിയാക്കി കളഞ്ഞാൽ കൊള്ളാന്ന് വരെ തോന്നും. ഒരു കാരണവശാലും നമ്മുടെ തൊഴിലും വരുമാന മാർഗങ്ങളും നഷ്ടപ്പെടാതെ സൂക്ഷിക്കും. എങ്ങനെയെങ്കിലും ഈ ഒരു മാസവും കൂടെ 2025 മെയ് 14 എന്ന് പറയുമ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് വേഴം 9 വരും. അപ്പൊ 9-ല് വേഴം നിൽക്കുന്ന സമയം അത് കഴിഞ്ഞാൽ 10-ല് വരും. അത് കഴിഞ്ഞാൽ 11. അപ്പം ഈ വരണ മെയ് കഴിഞ്ഞാൽ 3 വർഷത്തേക്ക് തുലാക്കൂറുകാർ പേടിക്കണ്ട. കാരണം 9-ലും 10-ലും 11-ലും നിൽക്കുന്ന വേഴമാറ്റകാലം ഒരു നമ്മുടെ ജീവിതത്തിലെ സുവർണകാലങ്ങളാണ്. അങ്ങനെ വേഴം 9 വരുമ്പോൾ ഗുരുജന മനസ് ഈശ്വരാണാം പ്രസാദോ വൃതിർഭാഗ്യസ്ഥ ധർമ്മസ്യ ശുഭതപസ മാതൃത പൗത്ര സൗഖ്യം എന്ന ഗുരുക്കന്മാരും ഈശ്വരന്മാരും എല്ലാവരും പ്രസാദിക്കും. വൃതിർഭാഗ്യസ്ഥ ധർമ്മസ്യ ഭാഗ്യധർമാരിൽ അഭിവൃദ്ധിപ്പെട്ടു വരും. ശുഭ തപസ്, നമ്മൾ എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാൽ അതൊക്കെ നേടിക്കിട്ടും. പൗത്ര സൗഖ്യം, പിള്ളേർക്ക് നല്ല ജോലിയും പൈസ അധികാരവും അഭിവൃദ്ധി അഡ്മിഷനും അംഗീകാരങ്ങളും മത്സരങ്ങളിലും പരീക്ഷകളിലൊക്കെ ഉയർച്ചയും നല്ല നേട്ടങ്ങളും നമുക്കും പുതിയ സംരംഭങ്ങളും ഏത് കാര്യത്തിൽ പോയാലും വിജയിച്ച് വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനും വണ്ടി വാങ്ങിക്കാനും അഭിവൃദ്ധി കിട്ടാനും സർക്കാരിൽ നിന്നും അധികാരികളിൽ നിന്നും ഒക്കെ പലവിധ സഹായങ്ങൾ കിട്ടാനും നിങ്ങൾക്ക് കിട്ടാതെ കിടക്കുന്ന സ്വത്ത് വകകള്, ജോലികള്, അഭിവൃദ്ധികള്, അംഗീകാരങ്ങള്, സമൂഹത്തിൽ നല്ല ആദരവ് ഇതെല്ലാം കിട്ടാൻ യോഗമുള്ള സമയമാണ്. അപ്പൊ തുലാക്കൂറ് ചിത്തിരക്കാർക്ക് കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് ദോഷമാണ്. അതിപ്പം മാറി 9-ലും 10-ലും 11-ലും നിൽക്കുന്ന ഘട്ടം നമുക്ക് വളരെയധികം ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാക്കും. അത് വേഴൻ എന്ന് പറയുന്ന ഗ്രഹം നമുക്ക് നല്ലതായിട്ട് വന്നാൽ നമുക്ക് ഗുരുദേവത വിപ്രാണാം പ്രസാദജ ശുഭാഗമം വിപൂല ഹേമദന്തശ്രു സുധാപ്തും ഗുരുദോർ ഗുരു. ഗുരുക്കന്മാര്, ദേവന്മാര്, വിപ്രന്മാര് എല്ലാവരും പ്രസാദിക്കുകയാണ്. ഇത് വേദകാലത്താണ് ഇതൊക്കെ. അന്ന് ഗുരുക്കന്മാരെന്ന് വെച്ചാൽ നമുക്ക് എന്ത് വൈദ്യമോ ജ്യോതിഷമോ മന്ത്രോ തന്ത്രോ എന്തെങ്കിലുമൊക്കെ നമ്മളെ പാരമ്പര്യ തൊഴിലുകളൊക്കെ പഠിക്കണമെങ്കിൽ യൂണിവേഴ്സിറ്റികളൊന്നും ഇല്ല. അപ്പൊ ഒരു ഗുരുവിന്റെ അടുത്ത് പോയി ആ ഗുരു നമുക്ക് പറഞ്ഞു തന്നാലേ പറ്റൂ. ഇന്ന് കോളേജുകളിലും സ്കൂളിലൊക്കെ ചെന്ന വലിയ അധികാരികളൊക്കെ തന്നെ നമ്മളെ സ്നേഹത്തോടുകൂടി സഹായിക്കും, അനുകൂലിക്കും. എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ശുഭാഗമല്ല ശുഭങ്ങളും വന്നു ചേരും. പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ പോകുന്നവർക്ക് നല്ലത്. ആത്മീകപരമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് സ്വാമിമാര് അവർക്ക് ആശ്രമങ്ങൾ, അമ്പലങ്ങള്, ദേവകാര്യങ്ങള്, യാഗങ്ങള്, ഹോമങ്ങള്, കർമ്മങ്ങളൊക്കെ നടത്താനും നടത്തിക്കാനും ഒക്കെ ഉള്ള യോഗം വരും. എന്നാൽ സർവകർമ്മാണി എല്ലാ കാര്യത്തിനും നമുക്ക് വിജയവും പുരോഗതിയൊക്കെ കിട്ടും. അതിന് മനസ്സിനും ശരീരത്തിനും ജീവിതത്തിനും എല്ലാ വിഷമതകളും മാറി സ്നേഹവും സന്തോഷവും ഐക്യതയും ലാഭങ്ങളും സുഹൃതങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ് ഈ ചിത്തിര തുലാക്കൂറുകാർക്ക്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ രോഗങ്ങളും വിഷമതകളും കഴിഞ്ഞ കാലത്തുള്ള ദുരിതങ്ങളും വിശേഷവും മാറി സമാധാനവും സന്തോഷവും ഐശ്വര്യങ്ങളൊക്കെ കിട്ടി അത്തരത്തിൽ നമുക്ക് രക്ഷ പ്രാപിച്ചു വരാനും പൂർണ്ണമായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിയും. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മുത്തഞ്ചി ഹോമം, ബലിചിര ഹോമം, 4 മണിക്ക് യമരാജ് ഹോമം, 5 മണിക്ക് ഭദ്രകാളി പൂജ, സർപ്പപൂജ, വൈകുന്നേരം 6 മണി തൊട്ട് 7 മണി വരെ അഭിഷേകാദി പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം അങ്ങനെയൊക്കെയുള്ള വിശിഷ്ടമായ ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകാദികളൊക്കെ നടത്തി. ഈ പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുക. ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം.
ജാതകത്തില് നമുക്ക് നല്ല ഘട്ടമാണെങ്കിൽ, നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിലും വിജയവും നേട്ടവും ഭാഗ്യമൊക്കെ. ജാതകത്തിൽ ദോഷമുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഉണ്ടാകും. അപ്പോൾ നമ്മളെ ദോഷങ്ങൾ മാറി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഗണപതി പൂജ, ഭഗവതി പൂജ, ഐശ്വര്യ പൂജ, മൃത്യുഞ്ജയം, ചതുരന്മാരുടെ പൂജ, ജാതക ദോഷം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ ഈ വേഴമാറ്റം കൊണ്ട് നമുക്ക് കിട്ടുന്ന മഹാഭാഗ്യങ്ങൾ ഒരു കുറച്ചുപോലും നശിച്ചു പോവാതെ വലിയ ഭാഗ്യങ്ങളായിട്ട് നമുക്ക് നേടി ജീവിക്കാൻ പറ്റും. നിങ്ങൾക്ക് കാലഭൈരവസ്വാമിയുടെയും ലോക ദേവതയായ പത്മനാഭസ്വാമിയുടെയും അനുഗ്രഹങ്ങളും സഹായങ്ങളും കടാക്ഷങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.